അലർജിയോടൊപ്പം ഫാറ്റി ലിവറും ഉണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. ഫാറ്റി ലിവർ ഇന്ന് പണ്ടത്തേക്കാൾ കൂടുതൽ കോമൺ ആയിട്ട് കാണുന്നുണ്ട്. ഇന്ന് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു അസുഖമായിട്ട് തന്നെ ഇത് മാറിക്കഴിഞ്ഞു. അലർജിയുള്ള ആളുകളിൽ ഫാറ്റി ലിവർ വരികയാണെങ്കിൽ അവരുടെ എല്ലാ ബുദ്ധിമുട്ടും കൂടുതലായിട്ട് കാണുന്നുണ്ട്. പ്രധാനമായിട്ട് തുമ്മല്, മൂക്കൊലിപ്പ്, കണ്ണു ചൊറിച്ചിലൊക്കെ കൂടുതലായിട്ട് കാണുന്നു. ഇതിന്റെ പ്രധാനപ്പെട്ട കാരണവും നമ്മുടെ ലിവറിലാണ് ഹിസ്റ്റമിൻ കൂടുതലായിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യുന്നത്. ഇങ്ങനെ ഫാറ്റി ലിവർ ഉണ്ടാകുമ്പോൾ ഈ ഒരു പ്രവർത്തനം വളരെയധികം സ്ലോ ആയിട്ടാണ് നടക്കുന്നത്. അതിന്റെ ഫലമായിട്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ കൂടുതൽ ഹിസ്റ്റമിൻ റിലീസ് ഉണ്ടാവുകയും അലർജിയുടെ എല്ലാ ബുദ്ധിമുട്ടുകളും കൂടുതലായിട്ട് ഉണ്ടാവുകയുമാണ് ചെയ്യുന്നത്. കുടലിന്റെ ആരോഗ്യം പ്രധാനമായിട്ടും ശ്രദ്ധിക്കണമെന്ന് പറയാറുണ്ട്. നമ്മുടെ ശരീരത്തിൽ നല്ല ബാക്ടീരിയകളുടെ എണ്ണം കുറയുന്നത് വഴി തന്നെ ഈ ഒരു അലർജിയുടെ ബുദ്ധിമുട്ടുകളൊക്കെ കൂടുതലായിട്ട് ഉണ്ടാവുന്നുണ്ട്. ഈ ഒരു പ്രശ്നം തന്നെ നമ്മളെ ഫാറ്റി ലിവറിലും സംഭവിക്കുന്നു. നല്ല ബാക്ടീരിയയുടെ എണ്ണം ക്രമാതീതമായി കുറയുന്നത് വഴി തന്നെയാണ് ഈ ഫാറ്റി ലിവർ കൂടുതലായിട്ട് ഉണ്ടാവുന്നത്. ഫാറ്റി ലിവറിൽ പ്രധാനമായിട്ടും ലിവറിന്റെ ഇൻഫ്ലമേഷൻ ആണ് ഉണ്ടാവുന്നത്. ഈ ഇൻഫ്ലമേഷൻ തന്നെയാണ് അലർജിയിലും പ്രധാനപ്പെട്ട കാരണമായിട്ട് മാറുന്നത്. ഇതുകൊണ്ടൊക്കെയാണ് അലർജിയുള്ള ആളുകൾക്ക് ഫാറ്റി ലിവറും കൂടി വരുമ്പോൾ ഈ ബുദ്ധിമുട്ടൊക്കെ കൂടുതലാവുന്നത്. നിങ്ങളുടെ ജീവിതശൈലിയിൽ കാര്യമായിട്ട് മാറ്റം വരുത്തേണ്ടതാണ്. പ്രോപ്പർ ആയിട്ടുള്ള എക്സസൈസ് വഴിയും ഡയറ്റ് കൺട്രോൾ ചെയ്യുന്നത് വഴിയും ഇത് നല്ല രീതിയിൽ നമുക്ക് കുറയ്ക്കാൻ പറ്റും. പ്രധാനമായിട്ടും കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷണങ്ങൾ നല്ല രീതിയിൽ കുറയ്ക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഇൻഫ്ലമേഷൻ കുറയ്ക്കാവുന്ന ഭക്ഷണങ്ങൾ, ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുള്ള മീനുകൾ, മത്തി, ചൂര, അയിലൊക്കെ നന്നായിട്ട് കഴിക്കുക. മുട്ടൊക്കെ കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്യുക. ഫ്ലാക്സ് സീഡ്സ്, ചിയ സീഡ്സ് ഒക്കെ നമ്മൾ നല്ല രീതിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് വഴി തന്നെ നമുക്ക് ഈ ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ പറ്റും. കൂടുതൽ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, ഇലക്കറികളൊക്കെ നല്ല രീതിയിൽ നിങ്ങൾ കഴിക്കാൻ ശ്രമിക്കേണ്ടതാണ്. ഫാറ്റി ലിവർ കൂടുതലാണെങ്കിൽ അലർജിയുടെ പ്രോപ്പർ ട്രീറ്റ്മെന്റിന്റെ കൂടെ തന്നെ ഫാറ്റി ലിവറിന് നിങ്ങൾ ട്രീറ്റ്മെന്റ് എടുക്കേണ്ടതാണ്. എന്നാൽ മാത്രമേ നമുക്ക് ഇത് രണ്ടും കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾക്കും അലർജിയോടൊപ്പം ഫാറ്റി ലിവർ ഉണ്ടോ? എന്നാൽ താഴെ കമന്റ് ചെയ്യൂ.